ഗലായേലോ പാടടി നീ ഓ ഓഹോ 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 പ്രിയ കലാസ്നേഹികളെ, ഇഞ്ചിമൂട് കാന്താരി നയിക്കുന്ന റോഡ് ഷോയാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ സഹായത്തിലേക്ക് എന്തെങ്കിലും ഒരു ധനസഹായം എത്ര ചെറുതായാലും കുഴപ്പമില്ല തന്ന് സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. എനിക്കും വേണം. എന്തോന്ന് അപ്പം കാളക്കറി? അപ്പം കാളയെന്നല്ല, അപ്പക്കാളെ ഞാൻ വിളിച്ചതാ. ഇന്നത്തെ കാളയോട്ട മത്സരത്തിൽ 101 പറ നിലവും 101 വണ്ടിക്കാളയും വാതു വയ്ക്കുന്നു. അമ്രാട്ടി, നമുക്ക് ആ പാട 100 കാളയല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ 101 കാളയെ നമ്മൾ വാതു വെക്കും? നിന്നെയും കൂടി ചേർത്ത് നാം വാതു വെച്ചിരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അമ്രാട്ടി എന്തിനാണ് എപ്പോഴും എന്നെ അപ്പക്കാളെ എന്ന് വിളിക്കുന്നത്? അപ്പ കാണുന്ന അവനെ അപ്പാന്ന് വിളിക്കുന്ന അപ്പക്കാളെ പിന്നെ കൊക്കക്കോളെ എന്ന് വിളിക്കാൻ പറ്റുമോ? കറക്റ്റ് മീറ്ററിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പക്കാളെ. ഓ അമ്രാട്ടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്നും വിചാരിക്കരുത്. നിന്റെ സ്വഭാവത്തിന് ഞാനത് വിചാരിക്കും. ആഹാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് എന്നെ വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്തത്? ഞാൻ വാട്സപ്പിലെ ബ്ലോക്ക് മാറ്റിയാൽ നിനക്ക് ബുദ്ധി വരൂ? ഒരിക്കലും പറ്റില്ല. അപ്പൊ പിന്നെ ആ ബ്ലോക്ക് അവിടെ കിടക്കട്ടെ. അങ്ങനെ അങ്ങനെ ഞാൻ തന്നെ ചോദിച്ചു മാറ്റോണ്ട്. ഓ, ഇന്നത്തെ കാളയോട്ട മത്സരത്തിൽ മാണിക്കനാണ് നമ്മുടെ കാളയെ ഓടിക്കുന്നത്. മാണിക്കനോ? മാണിക്കനെ എന്ത് കുതന്ത്രം ചെയ്തും കൂടെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. അമ്രാട്ടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാണിക്കൻ കൊള്ളത്തില്ല, കാണാൻ ഒരു വൃത്തിയുമില്ല. പറയുന്ന നീയോ? ഇതാണ് ഇവിടുത്തെ കാര്യം. ഞാൻ പറയുന്ന ആദ്യം ശ്രദ്ധിച്ച് കേക്ക്. അമ്രാട്ടി, നമ്മളെ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന കൂലിപ്പെണ്ണിനെ അവൻ ഗർഭിണിയാക്കി. ആക്കിയില്ല, ആക്കിയെന്ന് നമ്മൾ പറഞ്ഞോണ്ടാ. എന്നിട്ട് നാട്ടുകൂട്ടത്തിനെ വിളിച്ചു കൂട്ടി അവനെ നമ്മൾ പുറത്താക്കും. ഈ നാട്ടുകൂട്ടത്തിൽ വരുമ്പോൾ കുയിലിപ്പെണ്ണ് ഗർഭിണിയാണെങ്കിലോ? അത് അവക്കൊരു സർപ്രൈസ് ആയിരിക്കും. അവളുടെ കൊച്ചിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. എന്തിന്? ഇത്രയൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന എനിക്കൊരു സർപ്രൈസ് വേണ്ടേ? നിന്ന് മണ്ടത്തരം അടിക്കാതെ മാണിക്കനെ വിളിച്ചുകൊണ്ടുവാ. അപ്പൊ മാണിക്യം ഫിക്സ് ശരിയാക്കി തരാം. മാണിക്ക മാണിക്ക ഞാൻ അപ്പക്കാള. അതെന്താണ് കൈ തരാത്തത്? ഉച്ചിലൊരു പേരിരിക്കുന്നു, അതിനാ ഞാൻ മാണിക്യം, രായ മാണിക്യം കേട്ടോ. അപ്പക്കാളെ. ഇതാണ് മാണിക്യം. അപ്പൊ മറ്റേ മാണിക്യത്തിന് കാളോട്ടത്തിന്റെ ക്ലാഷ്. അത് മാത്രമല്ല, കൃഷ്ണനെ വിട്ട് അവൻ വരത്തില്ല. അതുകൊണ്ട് ഈ മാണിക്യത്തിനെ ഞാൻ അങ്ങ് പൊക്കി. ഇവർ രണ്ടും കൂടി കാട്ടാക്കി നിൽക്കും. അതൊക്കെ പോട്ട് ചെല്ലക്കിളി ഏത് ഇഞ്ചമൂട് കാന്താരി ചോദിച്ചിട്ടൊക്കെ തന്നെ ചെയ്തത്. എന്തോന്ന്? കൃഷിഭവനിലൊക്കെ തിരക്കി ചെയ്യാത്തത്? ഇഞ്ചിനും മുട്ടി കാന്താരി വെച്ചെന്ന്. ഓ, ഇവന് എന്താ ഇവിടെ കാര്യം? എന്താ ഇവന്? പുള്ളിയാണ് നമ്മളെ കാളോട്ട മത്സരം നടത്തുന്നതെന്നാണ് പറഞ്ഞത്. ഓ, മെയിൻ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരെന്നാണ് അവര് ചോദിച്ചത്. ഓ, ഇത് ചോദിക്കുന്ന രണ്ടാമത്തെ ആളാണ് കേട്ടോ നിങ്ങൾ. ഒരിക്കൽ ഒരു പാരാത്രി മണിയറ വാതിൽ മുട്ടി വിളിച്ചപ്പോഴാണ് നിനക്കെന്താ കേൾക്കാൻ താല്പര്യമില്ല? ഇത് ഞാൻ കഥ നേരത്തെ കേട്ടിട്ടുണ്ട്. എന്നെ വടിക്കാനായി കഥ ഇവിടെ നിന്ന് പറയണത്. അവര് കേട്ടിട്ടില്ല. ഒരിക്കൽ ഒരു പാരാത്രി മണിയറ വാതിൽ മുട്ടി വിളിച്ചപ്പോഴാണ് കേട്ടാ ഞാൻ ഈ ചോദ്യം ആദ്യമായിട്ട് കേൾക്കണത്. നീ ആരാണ്, നിനക്കെന്തൊരു വേണമെന്ന്. അപ്പൊ അമ്മ പറഞ്ഞത്, യോ എനിക്ക് ഈ മോനെ അറിഞ്ഞൂടാ, എനിക്ക് ഈ മോനെ അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ, ഇത് എന്റെ അമ്മയാണ്, എനിക്ക് എന്റെ അമ്മയെ വേണം. അപ്പൊ അമ്മേ, അയ്യോ ഇതെന്റെ മോനല്ലേ, ഇതെന്റെ മോനല്ലേ. മറ്റേ നടുക്ക് പൊക്കമുള്ള മാമയില്ലേ, ആ മാമ. ഇത്രയും മഴയും നനഞ്ഞ് ചെറുക്ക ഇതുവരെ കയറി വരണമെന്നുണ്ടെങ്കിൽ എന്തോരോ അവിടെ ഉണ്ട്. അന്ന് തീർന്നതാണ് കേട്ടാ ആ ബന്ധം. അന്ന് കിട്ടിയ സമ്മാനം കാണ്. പല്ലവന്റെ മണിയറയിലോട്ട് ഒളിഞ്ഞു നോക്കിയാൽ നിന്റെ കണ്ണല്ല പിന്നെ കുത്തി പൊട്ടിക്കേണ്ടത്. ഈ കണ്ണിന് പകരം 4000 കണ്ണ് വയ്ക്കാനുള്ള ആസ്തി ഉണ്ട് കേട്ടാ. പിന്നെന്ത് വെക്കാത്ത? ഓപ്പറേഷൻ ഭയങ്കര പേടിയാണ്. പോരാത്തതിന് ഈ 4000 കണ്ണ് വെച്ചാൽ ഈ 2 എണ്ണത്തിനുള്ള സ്ഥലമേ ഉള്ളൂ. ബാക്കി എവിടെ കൊണ്ട് വെക്കും ഞാൻ? അമ്രാട്ടി, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കണം. മണി നീച്ച് അൾട്രേഷൻ ചെയ്തോണ്ടിരിക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കാം. വെളിയിൽ കിടക്കണ വൈ എന്ന് എഴുതിയ കാർ നിങ്ങളതാണോ? എടാ കഴുപ്പണം കെട്ടവന്, എന്നാൽ നീ അത് ബെൻസ് എന്ന് പറയരുത്. നമുക്കൊരു കാറുണ്ടല്ലോ അമ്രാട്ടി. W, അതും 2. ഭഗവാനെ, വോക്സ് വാഗൺ. ഞാൻ പോണം, എനിക്കിതൊന്നും പറ്റൂല കേട്ടാ. വല്ല പോത്ത് വ്യാപാരമായിട്ട് പോണേന് നല്ലത്. പോത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് പോത്തിനെ നിങ്ങൾ ചന്തയിൽ കൊണ്ട് വിൽക്കാറാണോ പതിവ്? ഇല്ല. പിന്നെ വിൽക്കാൻ സമയമാകുമ്പം പോത്തി തന്നെ ഇറങ്ങിപ്പോ ആരുടെയെങ്കിലും, എന്നിട്ട് പൈസ വാങ്ങിച്ചിട്ട് എന്റെ അക്കൗണ്ട് ഇട്ട് തരും. മതിയാണോ നിനക്ക്? മാണിക്ക, ഇന്നത്തെ കാളയോട്ട മത്സരത്തിൽ നീ ആയിരിക്കും ഞങ്ങളുടെ കാളയെ ഓടിക്കുന്നത്. പിന്നെ അല്ല. അങ്ങനെ നീ ജയിച്ചാൽ
101 പറ നിലവും 101 വണ്ടിക്കാളയും നിനക്ക് സ്വന്തം. അഥവാ ഞാനെങ്ങാനും തോറ്റാല ഒരു 108 വിളിച്ചിട്ടുണ്ട്. നിനക്ക് അതിൽ കയറിയാ വേണം ധൈര്യം. അതൊക്കെ പോട്ട് അമ്മച്ചിയുടെ കല്യാണം ഒന്നും കഴിഞ്ഞില്ലേ? ഒരിക്കൽ കല്യാണം കഴിഞ്ഞതാ. ആ കല്യാണം കഴിഞ്ഞ നാള് തൊട്ട് ഭയങ്കര ഉപദ്രവം. എന്നും വൈകുന്നേരം ആവുമ്പോ ഒരു പൈന്റ് വേണം. സഹിക്കാൻ പറ്റിയില്ല, ഇറങ്ങി അങ്ങ് നടന്നു. എല്ലാം ഒറ്റയ്ക്ക് വേണമെന്നുള്ള ഒരു വാശി. എനിക്ക് അനുഭവിച്ചല്ലേ ഈ കളവി? ആര്? ഇവര്. എടാ ഇവരെ ഭർത്താവിന്റെ കാര്യമാണ് അവര് പറഞ്ഞത്. ഓ ഡെയിലി വൈകുന്നേരം ഈ കളവിക്ക് ഒരു പൈന്റ് വേണോടാ. എന്നാണ് എന്റെ അമ്മ സത്യത്തിൽ പറയണം. അങ്ങേര് സഹിക്ക വയ്യാതെ ഇറങ്ങിപ്പോയി എവിടെയോ പോയ കഥയാണ് പറയണത്. ആപ്പിളെ അടിച്ചു കളഞ്ഞിട്ടാണ് ഈ ഡയലോഗ് അടിച്ചത്. ഇന്നല്ലേ? അപ്പൊ ഞാൻ നിന്ന് പുഴിക്കണില്ല. ഞാൻ പോയി മറ്റേ കാളവോട്ടെങ്കിൽ കാളവോട്ടം നിന്ന് അനുഭവിച്ചോ. മത്സരം തുടങ്ങട്ടെ. ഓക്കെ ഞാനും കൂടെ പോയാലോ? വേണ്ടല്ലേ, നിക്കട്ടെ. കാളവോട്ടം മുമ്പേ പോ. എന്റെ പൊന്നെ, അവ എന്താണ് കാണിക്കുന്നത്? മുമ്പേ പോ. മാണിക്യം പറഞ്ഞാണ് കേട്ടാ. മാണിക്യം ജയിച്ചത് കണ്ട. അതൊക്കെ പോട്ട് ഇതെന്തിനാ ഇവിടെ കൊണ്ടുവച്ചാണ് ഈ പറ? ഇത് ഈ നമ്മൾ വെറ്റി വെക്കുമ്പോ നെല്ല് അളന്ന് കൊടുക്കാൻ വേണ്ടിട്ട് കൊച്ചമ്മ കൊണ്ടുവയ്ക്കുന്ന സാധനമാ. ഇതിന്റെ പേര് പറ. ഞാൻ എങ്ങനെ പറയാം? നിങ്ങൾ പറ. മാണിക്ക, ഇതിന്റെ പേര് പറ. ഞാൻ ഇവിടെ പുതിയ ആളാണ്, എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പറ. എടാ ഇത് നെല്ലളക്കുന്ന സാധനമാണ്, ഇതിന്റെ പേര് പറ. നമ്മൾ തമ്മിൽ ഒരു തർക്കത്തിന്റെ ആവശ്യം. ഗൂഗിളിൽ ചോദിക്കാം. ഗൂഗിളിൽ ചോദിച്ചാൽ കിട്ടാത്ത സാധനം ഇല്ലല്ലോ. ഗൂഗിൾ, നെല്ലളക്കുന്ന സാധനത്തിന്റെ പേര്. ആണ്ടാ ഗൂഗിൾ വരെ നമ്മൾ ഒറ്റപ്പെടുത്തിയേട്ടാ. അതും പറയുന്നു. പേരില്ല. എനിക്ക് തരാനുള്ള എന്താന്ന് വെച്ചാൽ തന്നെങ്കിൽ ഞാനങ്ങ് പോയന. ഉള്ള കാര്യം പറയല്ലേ, ആ കാള ഓടിയ സമയത്ത് ഒരു കാളവണ്ടി പോലും എന്നെ ഓവർടേക്ക് ചെയ്തില്ല. ആദ്യം എത്തിയത് ഞാനാണ് കേട്ടാ. എടാ പ്രാന്ത, എല്ലാ വണ്ടിയും ഇടത് സൈഡ് വഴി ഓടി പോകുമായിരുന്നു. നീ എന്തിനാടാ വലത്തോട്ട് പോയത്? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇടത് സൈഡ് ഇരുട്ടാണെന്ന്. അപ്പൊ വലത്തൂടല്ലേ എനിക്ക് പോകാൻ പറ്റൂ. അപ്പ